ഹായ് ഗേയ്സ്, നമ്മുടെ പുതിയ വീടിൻ്റെ പണികൾ ഏകദേശം ഒരു പകുതിയിലേറെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിനോടനുബന്ധിച്ച് തന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഷോപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ സമീപത്തായിട്ട് നമ്മൾ ആകെ 30 സെൻറ്റ് സ്ഥലമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ 4 വീട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഫ്രണ്ട്സായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു വരുമാനമൊക്കെ വേണ്ടേ, ആ ഒരു കണക്ക് കൂട്ടിലെടുത്തിട്ട് ഷോപ്പ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് പെയിൻറ്റിങ്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ കാണിച്ചു. രണ്ടാമത്തെ മുകൾ ഭാഗമാണിത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു കോട്ടേഴ്സ് ആക്കി എടുക്കണം, ഒരു പീഡിയ റൂം തന്നെ റെഡി ആക്കണം എന്നുള്ള രീതിയിലാണ്. ഇവിടെ 3 റൂമായിട്ട് വരും, കടേൻ്റെ 3 റൂമായിട്ട് വരും. അപ്പം ഞാൻ ഷോപ്പിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ വീഡിയോസ് എടുക്കണേ. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ വ്യൂ. ഇവിടുന്ന് കയറിയാൽ നന്നായിട്ട് കിട്ടും 4 വീടും. ഇത് വീട്ടിൽ മാർബിൾ വിരിച്ചിട്ടതാണ്. മാർബിള് വിരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലിവിങ് റൂമാണ്. അതുപോലെ തന്നെ ഇത് സിറ്റ് ഔട്ട്. ഇത് ഡൈനിങ് ഹാളാണ്. ഇവിടെയും കോണി ഒരേ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം കോണിയുടെ ഇൻഡസ്ട്രിയൽ വർക്ക് കഴിഞ്ഞു, അതിൻ്റെ ഒരു കോട്ടിങ് പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വുഡാണ് കൊടുക്കുന്നത്. പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ വിടാം. വയറിങ് വലിച്ചതാണ്. ഇവിടെ നമ്മൾ ഒരു വിൻഡോ ഏരിയയാണത്. ബേബി വിൻഡോ പോലെ നമുക്കൊരു ഏരിയ വരുന്നുണ്ട്. നമ്മുടെ സീലിങ്ങിൻ്റെ ലിവിൻ്റെ സീലിംഗ് ആണ്, കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. സൈഡിലും സെൻറ്ററിലും മാത്രം ഡിസൈൻ കൊടുത്തിട്ടേ ഉള്ളൂ. അതേപോലെ ഇത് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ മുകളിലായിട്ട് വരുന്ന ഇൻറ്റീരിയലാണ്. ഇത് കംപ്ലീറ്റ് പൊതിഞ്ഞ് കൊടുത്തിട്ടില്ല. സൈഡിൽ സെൻറ്ററിൽ ഒക്കെ ആയിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഇതൊരു ടോയ്ലറ്റിൻ്റെ സെൻറ്ററാണ്. ഇത് ബ്ലാക്ക് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ബ്ലാക്ക്. ഇത് മോൻ്റെ റൂമാണ്, അവൻ അങ്ങനെയാണ് ആവശ്യമായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ടൈലാണ് കൊടുത്തത്. നമ്മൾ കുട്ടിയടിക്കലൊക്കെ കഴിഞ്ഞു. വയറിങ് വലിക്കുകയാണ്. വയറ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കമ്പ്യൂട്ടറുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. നമ്മുടെ അലമാരകളൊക്കെ പെറോസിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പെറോസിമെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി പൊളി വയ്ക്കൽ, പെയിൻറ്റിങ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ഇതാണ് ഒരു സൈഡിലെ 2 വീട്. നമ്മൾ മുന്നിൽ സ്പേസ് ഇട്ടിട്ട് മുറ്റിട്ടിട്ട് 2 ഭാഗത്തേക്കാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്തുള്ള 2 വീടാണ് ഈ കാണുന്നത്. ഇത് നമ്മളെ കിച്ചൺ സൈറ്റാണ്. അപ്പോൾ കിച്ചൺ സൈറ്റിൽ നമ്മൾ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മളെ കിച്ചൺ നവീഷുമാണ്. പല കിച്ചണിലുള്ളതല്ല കേട്ടോ, ഫാമിലി മെമ്പേഴ്സാണ്. ഇതാണ് നമ്മളെ കിച്ചൺ സെറ്റിങ്. ഒരു മോഡുലർ കിച്ചണാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പെറാസിമെൻ്റാണ്. പെറാസിമെൻ്റ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു ടോൾ യൂണിറ്റ് വരും. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു സീലിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട്. പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് സ്റ്റവ് വയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചെറുതായിട്ട് ഒരു സ്റ്റോർ റൂം കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം യൂസ് ചെയ്യാനുള്ളൊരു റൂമായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് ഇവിടെ ചെറിയൊരു പൂജാ റൂം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള ഏരിയയാണിത്. ഇവിടെ ഗ്ലാസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഫ്രണ്ട് സൈഡിൽ ഗ്ലാസ് കൊടുക്കാനുള്ള യൂണിറ്റ് സ്ഥലമാണ് ഇവിടെ. അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ സെറ്റിങ്സ് ഇവിടേക്കാണ് കൊടുക്കുന്നത്. ബ്രേക്കർ ഇവിടെയായിട്ട് വരും. ഇവിടെ ചെറിയതായിട്ടൊരു ജിപ്സം വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് റൂമായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തു. ടോയ്ലറ്റിൻ്റെ ടൈലൊട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ചെറിയ ഡ്രസ്സിങ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടൊരു ജിപ്സം വർക്കും കൊടുത്തിട്ടുണ്ട് സീലിങ്. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്ര വർക്കുകളൊക്കെ ആയി. അടുത്ത് കൂടുതൽ വർക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകളിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.